അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്. നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് അമ്മായി അമ്മ പോര്, നാത്തൂൻ പോര്. ഇവരെയൊക്കെ നമുക്ക് കയ്യിൽ ഒതുക്കാൻ പറ്റും. ഇസ്ലാമിക് ടിപ്സുകൾ ഉപയോഗിച്ചിട്ട് ഇവരെയൊക്കെ നമുക്ക് കയ്യിൽ ഒതുക്കാനും ഇവരെയൊക്കെ നമുക്ക് എല്ലാ മരുമകളും സ്വന്തം അമ്മായി അമ്മയെ സ്വന്തം ഉമ്മയെ കാണും പോലെ തന്നെ കാണണം, സ്നേഹിക്കണം. അതുപോലെ അമ്മായി അമ്മമാരും മരുമകളെ സ്വന്തം മകളെ കാണുമ്പോൾ തന്നെ കാണണം, അവരെ കഷ്ടപ്പെടുത്തരുത്. ചില അമ്മായിമാർക്ക് ഉള്ള ഒരു സ്വഭാവമാണ്, ഇപ്പോഴും 3 ആൺമക്കൾ അല്ലെ 2 ആൺമക്കളുള്ളവർക്ക് 2 3 4 അങ്ങനെ ആൺമക്കളുള്ളവർക്ക് ഒരുപാട് മരുമകൾ ഉണ്ടാവും. അപ്പോൾ ചില മരുമകളോട് ഒരുപാട് സ്നേഹമുണ്ടാവും, ചില മരുമകളോട് സ്നേഹക്കുറവും ഉണ്ടാവും. പൈസയുടെ വലിപ്പമനുസരിച്ചിട്ട് സ്നേഹം നടിക്കുന്ന ചില അമ്മായിമാരുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റാണ്. ഇതുപോലത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ്, മരുമകൾക്കുള്ള ഒരു വീഡിയോ ആണ് ഇത്. വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ടെൻഷൻ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? അമ്മായി അമ്മ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ സ്നേഹക്കുറവുണ്ട്, എനിക്ക് സ്നേഹമില്ല, അല്ലെങ്കിൽ അവളോടാണ് സ്നേഹം, എന്നെ വിലയില്ല, അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരാറുണ്ടോ? നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. ഇതുപോലെ ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ അവർ കുടിക്കുന്ന വെള്ളത്തിൽ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് പണിയെടുക്കുക? അവരെ കൊണ്ടത് ഭക്ഷിപ്പിക്കുക, അല്ലെങ്കിൽ കുടിപ്പിക്കുക. ഉറപ്പായിട്ടും അവരുടെ ആ ഒരു സ്വഭാവം ഒരു 2-3 ദിവസം കൊണ്ടെങ്കിലും, അല്ലെ ഒരു ഒറ്റവട്ടം നിങ്ങൾ ചെയ്യുമ്പോഴേക്കും അവരുടെ സ്വഭാവം ഉറപ്പായിട്ടും മാറിക്കിട്ടും. ഇത് ഉറച്ച വിശ്വാസമുള്ള ഒരു ടിപ്സാണ്. നിങ്ങൾ ആ അമ്മായി അമ്മ കുടിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ നിയ്യത്ത് വെച്ചിട്ട് മുസമ്മിൽ സൂറത്ത് ഒരു വട്ടം പാരായണം ചെയ്യുക. അമ്മായി അമ്മയുടെ ഈ ഒരു സ്വഭാവം മാറാൻ വേണ്ടി ദുആ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ അമ്മായി അമ്മ കുടിക്കുന്ന വെള്ളത്തിലോട്ടേക്ക് നിങ്ങൾ മന്ത്രിച്ച് ഊതുക. എന്നിട്ട് അവരാ വെള്ളം കുടിപ്പിക്കുക. അവർ അറിയാതെ കുടിപ്പിക്കുകയും ചെയ്യാം. അവർ കുടിക്കുന്ന ജഗ്ഗിലോ അല്ലെങ്കിൽ ബക്കറ്റിലോ വെള്ളം കോരി വെക്കുന്നിടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വെള്ളം മന്ത്രിക്കാം. വെള്ളം മന്ത്രിച്ചിട്ട് നിങ്ങൾ കുടിക്കാതിരിക്കുക, മാക്സിമം ശ്രദ്ധിക്കുക. എന്നിട്ട് അവരെ കൊണ്ടത് കുടിപ്പിക്കുക. അവരെ കുടിക്കുന്ന ജനറലായിട്ട് വെള്ളം വെക്കുന്ന സ്ഥലത്ത് മന്ത്രിച്ചാൽ മതി. ഒരു വട്ടം മന്ത്രിച്ചാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫലം കിട്ടിത്തുടങ്ങും. എന്നിട്ട് ഫലം കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് 1-2 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് മന്ത്രിച്ച് കൊടുത്താൽ മതി. പതിയെ അവർ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളായിരിക്കും പിന്നെ അവരുടെ ജീവന്. അത്രക്ക് നിങ്ങളെ സ്നേഹിക്കും. ഇത് ഉറച്ച വിശ്വാസമാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇസ്ലാമിക് ടിപ്സുകളും ഇതുപോലെയുള്ള അറിവുകളും അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.